നമുക്ക് സ്മാർട്ട് ഫോൺ കണക്ട് എന്നുള്ളൊരു ടാഗ് ഇവിടെ കൊടുത്തിട്ട് ഒരു പഞ്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ RPM ലൈറ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആ ഒരു മീറ്ററിൻ്റെ പൊസിഷനോട് നോക്കുന്ന സമയത്ത് വേറെ ഏതാ വണ്ടി പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ ഇപ്പോൾ കത്തിയിട്ടില്ല, അപ്പോൾ ആ ഒരു പോർഷനാണ് ഇവിടെ സ്വിച്ച് വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പ് പോർഷൻ മാത്രമാണ് ഇപ്പോൾ സ്വിച്ച് ഉള്ളത് കേട്ടോ. ബാക്കി നമുക്ക് ഹൈ ബീം ലോ ബീം ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇപ്പോൾ കാണാൻ പറ്റും ഹോൾഡറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഈ ഒരു പോർഷനൊക്കെ അത്യാവശ്യം LED ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഇതേ നമുക്ക് ഡ്യൂക്കിലും RSലും ഡോമിനറിലൊക്കെ വരുന്ന പോലെ ആ ഒരു എക്സാക്റ്റ് ഇൻഡിക്കേറ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്ത അല്ലെ ബ്രോ എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു എക്സൈറ്റ് മുതലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2024 മോഡൽ പൾസർ 200NS. വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ മെയിനായിട്ട് മാറിയ ആ ഒരു ഹെഡ്ലൈറ്റ് ചേഞ്ചും മീറ്റർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു അപ്ഗ്രേഡോട് കൂടിയിട്ടുള്ള ഒരു മുതലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആശയനെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വൈകി പോയോ എന്ന് ചോദിച്ചാൽ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് വീഡിയോ ഒന്നും ആരും ചെയ്തിട്ടില്ല. ഒരു 1-2 പേരൊക്കെ മാത്രമേ ഈ വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും NS ആകുമ്പോൾ പിന്നെ അതിലൊരു അപ്ഗ്രേഡ് വരുമ്പോൾ NS ഓണർ വണ്ടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ യൂട്യൂബ് ചാനൽ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശാനെ കിട്ടിയിട്ടുണ്ട്. അതേ ഇരിക്കുന്നത് നമ്മുടെ മുതൽ. പക്ഷേ എനിക്ക് ബ്ലാക്ക് കിട്ടണമെന്നായിരുന്നു കേട്ടോ. ഈ ഒരു കളറല്ല, നമ്മുടെ ഫുൾ ബ്ലാക്ക് കിട്ടണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നമുക്ക് കിട്ടിയത് ഈ ഒരു കളറാണ്. എന്തായാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് കാണും പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു മുതൽ ഇതായിരിക്കുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചേഞ്ച്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ NSൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുള്ള പോലെ ഒരു NSനോട് യൂസർ ആയതുകൊണ്ട് പുതിയൊരു മാറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എവിടെയാണ് മാറ്റമെന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ഡെയിലി കാണുന്ന വണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ NS യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു പുതിയ മോഡൽ എൻ്റെ വണ്ടി തൊട്ടടുത്തോ അല്ലെങ്കിൽ ഇതുപോലെ സിംഗിളായിട്ടോ വണ്ടി ഇങ്ങനെ കൊണ്ട് കാണുന്ന സമയത്ത് എവിടെയൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. ഇപ്പോൾ ഇതിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് മാറ്റങ്ങൾ ഇതേപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂജൻ വണ്ടികളോട് പിടിച്ച് നിൽക്കാൻ പറ്റിയ നമ്മുടെ NSനോട് സെയിൽസിൽ ഒരു കുറവില്ല. 2012 ലോഞ്ചായ വണ്ടിയാണെങ്കിൽ 2024 പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപ്ഡേഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പരാതിയായിരുന്നു ഒരുപാട് പേർക്ക്. അപ്പോൾ എല്ലാ പരാതികളും പരിഹരിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് വരാനുണ്ട് കേട്ടോ. നമ്മൾ സ്ലിപ്പർ ക്ലച്ചൊക്കെ പോലത്തെ ഒരുപാട് അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സൊക്കെ വരാനുണ്ട് വണ്ടിയിൽ. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ഇത്രയും അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര വർത്താണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം, എന്തൊക്കെയാണ് ചേഞ്ച് വന്നേക്കുന്നത് നോക്കാം. ഒരുപാട് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ BS6 phase 2 ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എഞ്ചിൻ സൈഡിലോ ഗ്രാഫിക്സിലോ നമ്മുടെ മിറേഴ്സ് ആ ഒരു സൈഡിൽ ഡിസൈൻ വൈസ് വണ്ടിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ല, ഏറ്റവും കൂടുതൽ വലിയൊരു അപ്ഗ്രേഡ് ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും പിന്നെ മീറ്റർ സെഗ്മെൻറ്റിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോഴത്തേക്കും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരുപാട് പേര് NSനോട് ഓണർ അല്ലെങ്കിൽ NSനോട് ഫാൻസൊക്കെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആക്ക് LED എന്നാക്കും, LED എന്നാവും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് LED ആക്കുക, ആ ഒരു ഹാലോജൻ എടുത്ത് മാറ്റിയിട്ട് LED ആക്ക് എന്ന് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി ഇതേ നമുക്ക് LED ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് മാത്രമല്ല, ഇതേ നമുക്ക് ഡ്യൂക്കിലും RSലും ഡോമിനറിലൊക്കെ വരുന്ന പോലെ ആ ഒരു എക്സാക്റ്റ് ഇൻഡിക്കേറ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഫുള്ളി പ്രീമിയം ആണ്. ഫുൾ ലൈറ്റ് സെക്ഷൻ എല്ലാം LED സെഗ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാം LED ആണ്. നമ്മുടെ ഹാലോജൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എല്ലാം പോയി ആ ഒരു വലിയ ഇൻഡിക്കേറ്ററൊക്കെ പോയിട്ട് നമുക്ക് ഡ്യൂക്കിൻ്റെ അല്ലെങ്കിൽ ഡോമിനറിലൊക്കെ വരുന്ന പോലെ ആ ഒരു പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിലോട്ട് പോകാം. അപ്പോൾ ആ ഒരു മുകളിലത്തെ ആ ഒരു വൈസർ ഉണ്ടല്ലോ, ആ ഒരു വൈസറിൽ വലിയ ചേഞ്ചൊന്നുമില്ല, പക്ഷേ ചെറിയൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു എയർ ഹോൾ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ സാധനം കുറച്ചുകൂടെയൊക്കെ ഒന്ന് എൻലാർജ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഈ സൈഡ് 2 മാറ്റ് തന്നെയാണ്. അതിൽ ചെറിയ വലിയ മാറ്റമില്ല. പക്ഷേ നിങ്ങൾക്ക് BS4 അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള മോഡൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെ അത്യാവശ്യം ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഹെഡ്ലൈറ്റാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് വേറൊരാൾ ഈ ഒരു വണ്ടി കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഡിസൈൻ വൈസൊക്കെ എല്ലാം പേഴ്സണലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ് ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റ് നോക്കുന്ന സമയത്ത് ഒരു ഒരു വലിയൊരു ഭീകരജീവിയെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പ്രൊജക്ടറൊന്നും അല്ല കേട്ടോ വരുന്നത്. നമ്മുടെ ഡോമിനറിലൊക്കെ കണ്ട പോലെ ഫുൾ LED സെറ്റപ്പാണ് വരുന്നത്. പക്ഷേ അത്ര ഒരു ഡോമിനറിൽ കാണുന്ന പോലെ ഭയങ്കര പാക്കായിട്ടൊന്ന് 6 പാക്ക് ആയിട്ടിരിക്കുന്ന ആ ഒരു നമ്മൾ ഡ്യൂക്കിലെ കാണുന്ന പോലെ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു LED എവിടെയാണ് ഇരിക്കുന്നതെന്ന് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിലാണ് അതിൻ്റെ ആ ഒരു മുകളിലും ഡിമ്മും ബ്രൈറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ മുകളിലത്തെ സെക്ഷൻ ഇങ്ങനെ V ഷേപ്പിൽ വന്നിട്ട് താഴെ ഒരു പ്രൊജക്ടർ പോലെ വരുന്നത്. വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ DRലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ 2 സൈഡിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈലറ്റ് ലാമ്പ് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അവർ
എന്തിനാണ് പൈലറ്റ് ലാമ്പ് എടുത്ത് കളഞ്ഞതെന്ന്. ഈ ഒരു സൈഡിലോട്ടൊക്കെ താഴോട്ട് പോകുമ്പോഴത്തേക്കും വണ്ടി കുറച്ചൊന്ന് സ്ലിം ആയ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് ആ ഒരു സൈഡിലോട്ട് ഒന്ന് സൈസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു പൈലറ്റ് ലാമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ്. NSൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് അറിയാമല്ലോ, നമുക്ക് 2012 ഇറങ്ങിയ ആ ഒരു ഹാലജൻ സെറ്റപ്പാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിലും ആ ഒരു ഹാലജൻ്റെ ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര അടിപൊളി അപ്ഡേറ്റ് ആണ്, ഭയങ്കര കിടിലൻ അപ്ഡേറ്റ് ആണ്. പക്ഷേ നമുക്ക് ആ ഒരു ഹാലജൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു. ഈ ഒരു ഹെഡ്ലൈറ്റ് മാറിയ സമയത്ത് നമുക്ക് തോന്നുന്നു ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഹാലജനൊരു പ്രത്യേക എപ്പിക്കാണ്. ആ ഒരു സാധനം ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനി കറക്റ്റ് എന്താണ് അതിന് വേർഡിന് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നൈസ് അപ്ഡേറ്റ് ആണ്, നമ്മൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം LED ഹെഡ്ലൈറ്റ് വന്നതിന് ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്തിരുന്നു LED ഒന്നാക്കാന്ന് പറയുന്നത്. ആയതിനു ശേഷം എല്ലാവരും പറയുന്നു നമുക്ക് പഴയത് മതി, പഴയതാണ് അടിപൊളി എന്ന് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നൈസ് അപ്ഡേറ്റ് ആണ് ഇത്. പർപ്പസ്ഫുള്ളിലേക്ക് നോക്കുവാണെങ്കിൽ നൈറ്റൊക്കെ നല്ല വിസിബിലിറ്റി, നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അത് എനിക്ക് കറക്റ്റ് അറിയാം. യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കാണ്, വേറെ കുറച്ച് വീഡിയോസ് കണ്ടപ്പോഴത്തേക്കാണ് നല്ല വിസിബിലിറ്റി, നല്ല പർപ്പസ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കിടിലം വെട്ടം തരുന്ന ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മുമ്പ് കണ്ട ആ ഒരു സെയിം NS തന്നെയാണ്, ആ ഒരു സെയിം ഗ്രാഫിക്സും. പിന്നെ നമ്മൾ തൊട്ട് മുമ്പ് റിവ്യൂ ചെയ്തിരുന്ന UST4 വന്ന മോഡൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ അടുത്ത മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് പോലെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു മീറ്റർ മാറ്റണേ എന്നായിരുന്നു ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്നത്. ഞാനടക്കം നമ്മുടെ ഡിജിറ്റൽ മീറ്റർ ആയിരുന്നെങ്കിലെന്ന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സംഭവത്തെ മീറ്റർ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ കിട്ടുന്ന ഇത്രയും ഒരു പോർഷനിൽ മാത്രമാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലൊക്കെ നമ്മളെ വാർണിംഗ് ലൈറ്റ്സ് ആണ് വരുന്നത്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇതൊക്കെ കത്തി കിടപ്പുണ്ട്, ABS. അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. മെയിനായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ കണക്റ്റ് എന്നുള്ളൊരു ടാഗ് ഇവിടെ കൊടുത്തിട്ട്, ഒരു പഞ്ചിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ RPM ലൈറ്റൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇതേ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കയറിയിരിക്കുന്ന സമയത്ത് നമ്മൾ പഴയ NSൽ ഇരിക്കുന്ന ആ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ നോക്കുന്നത് ആ ഒരു മീറ്ററിൻ്റെ പൊസിഷനോട് നോക്കുന്ന സമയത്ത് വേറെ ഏതാ വണ്ടി പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം ഒരു NS കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു റൗണ്ട് ആയിട്ടുള്ള RPM മീറ്ററും സൈഡിൽ ആ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിജിറ്റലും അനലോഗും കൂടെ കമ്പൈൻ ആയിട്ടുള്ള മീറ്ററാണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു സൈഡിൽ വേറെ ഏതോ വണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്മാർട്ട് ഫോൺ കണക്റ്റ് ഉണ്ട്. എന്തൊക്കെ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്യൂവലിൻ്റെ എല്ലാം ഡിജിറ്റലാണ് കേട്ടോ, സ്പീഡോമീറ്റർ. പിന്നെ നമ്മുടെ നാവിഗേഷൻ ഉണ്ട് കേട്ടോ, ബട്ടൺസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് വന്നിട്ടുണ്ട്, എല്ലാം ഇത് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ടൈം, സ്പീഡോമീറ്റർ, നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂവലിൻ്റെ അറിയാൻ പറ്റും, RPM മീറ്റർ, ടൈം. പിന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിൽ കൂടെ നമുക്ക് 10x10 നാവിഗേഷൻ, പിന്നെ SMS ആൻഡ് ബ്ലൂടൂത്ത് വഴി SMS ബാക്കി കോൾ അലർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും കേട്ടോ. ABS സ്കാൻ എന്തോ എല്ലാവരും അറിയാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു അപ്ഡേറ്റ് ആണ്. കാരണം NS നമ്മൾ ഇതുവരെ അറിയില്ല, 2012 ഇറങ്ങിയ വണ്ടിക്ക് 2024 ആദ്യമായിട്ട് പോലും ഇത്രയുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം സാധാ ഒരു മീറ്റർ ആയിരുന്നു, അതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് നമുക്ക് ആ ഒരു പഴയ മീറ്റർ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും, അതായത് ഇപ്പോഴത്തെ ഒരു ജനറേഷന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എല്ലാ ചേഞ്ചസും വന്നിട്ടുണ്ട് കേട്ടോ. ഓയിൽ ലെവലൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സൈഡ് സിഗ്നൽസ് മാത്രമേ വരുന്നുള്ളൂ, ഇത്രയും പോർഷൻ മാത്രമുണ്ട്. കുറച്ച് ചെറുതായി പോയോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. പിന്നെ ഇത് തല തിരിഞ്ഞ് പോയിട്ട് ആ ഒരു ഡിസൈൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സാധനം കുറച്ച് തിരിച്ചു വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വന്നേനെ. പേഴ്സണലുള്ള അഭിപ്രായമാണ്, എത്ര പേരൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. പിന്നെ നമ്മുടെ വാർണിംഗ് ലൈറ്റ്സ്, ടേണിംഗ് ലൈറ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, അത് ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കുന്നുണ്ട്, ABS, പിന്നെ നമ്മുടെ എഞ്ചിൻ വാർണിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ ഓയിൽ ലെവൽ, ന്യൂട്രൽ, ഹൈ ബീം, ലോ ബീം. പിന്നെ നമ്മുടെ മുന്നത്തെ വേരിയൻറ്റിൽ ആ ഒരു പഴയ മീറ്ററിൽ അപ്ഡേഷൻ വന്നതിൽ IFE എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ് ഇല്ലായിരുന്നു കേട്ടോ. ഡിസ്റ്റൻസ് ടു MT എന്നുള്ള ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ IFE എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫീച്ചർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റൻറ്റ് ഫ്യൂവൽ എഫിഷ്യൻസി ആണെന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ജസ്റ്റ് ഇപ്പം അറിയാൻ വയ്യ. ഓൺ ആക്കുമ്പോഴത്തേക്കും എല്ലാം കാണിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ സർവീസ് റിമൈൻഡറും ബാക്കി കാര്യങ്ങളും, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, കിലോമീറ്റർ, ഓടോ, IFE യുടെ മെയിനായിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഉണ്ട്. പിന്നെ ബജാജിൻ്റെ ടാഗ് ലൈനൊക്കെ ഇവിടെ എഴുതി കാണിക്കണ്ട, ത്രിൽ കാളിങ് എന്നൊക്കെ എഴുതി കാണിക്കും. ഭയങ്കര നൈസാണ്. ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വിച്ച് സെറ്റിലൊക്കെ അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലല്ല, നമ്മുടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. നമുക്ക് ഹൈ ബീമും ലോ ബീമും പാസ് സ്വിച്ചും കൂടെ ഒറ്റ സ്വിച്ച് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ അതിൻ്റെ ഐക്കൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈ ബീം, ലോ ബീമും പാസും നമുക്ക് ഒറ്റ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഹൈ ബീമാണ്, ഇതിപ്പോൾ ലോ ബീം, ഇത് പാസ്സാക്കി കേട്ടോ. അപ്പോൾ അത് സ്വിച്ചിൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാനും പിന്നെ നമ്മുടെ 10x10 നാവിഗേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ മീറ്ററിൻ്റെ ഫുള്ളി കൺട്രോൾ ഈ ഒരു സ്വിച്ചിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡിൽ ഹോണാണ് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ലൈറ്റിന് സെപ്പറേറ്റ് സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ BS4 ആയ സമയത്ത് AHO എന്നുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആവുന്ന ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന് സെപ്പറേറ്റ്
സെപ്പറേറ്റ് സ്വിച്ച് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാധനത്തിന് സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലൈറ്റിന്, അതായത് എനിക്ക് തോന്നുന്നു ടോപ്പിലത്തെ ആ ലൈറ്റിനാണ് തോന്നുന്നത്, DRL അല്ല, ഈ ഒരു സാധനത്തിന് സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ലൈറ്റിന് സ്വിച്ച് വീണ്ടും ബാക്ക് ടു ലൈറ്റിന് സ്വിച്ച് വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ നമ്മുടെ ആ ഒരു ടോപ്പ് പോർഷൻ, ഈ ഒരു പോർഷൻ ഇപ്പോൾ കത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു പോർഷനാണ് ഇവിടെ സ്വിച്ച് വെച്ചേക്കുന്നത്, സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പ് പോർഷൻ മാത്രമാണ് ഇപ്പോൾ സ്വിച്ച് ഉള്ളത് കേട്ടോ. ബാക്കി നമുക്ക് ഹൈ ബീം ലോ ബീം ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇപ്പോൾ കാണാൻ പറ്റും ആ സാധനം ബ്ലിങ്ക് ആവുന്നുണ്ട്, ഹൈ ബീം ലോ ബീം പിന്നെ പാസ് കേട്ടോ. ആ സ്വിച്ചിലാണ് ഈ സാധനം സെറ്റപ്പ് വരുന്നത്. പിന്നെ ഈ 2 DRL ചാവി ഓൺ ആക്കുമ്പോഴത്തേക്ക് തന്നെ ഈ 2 DRL കത്തും. ഇത് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ് ചെയ്തിടാനുള്ള ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഒരു സ്വിച്ച് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചേഞ്ചിലേക്ക് പോകും. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അണ്ടർ ബെല്ലിലോ ടയർ സൈസിലോ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ മുന്നേ ചെയ്ത് തന്നെയാണ് ആ ഒരു 1.5 കിലോളം ലൈറ്റർ ആയിട്ടുള്ള അലോയ് വീൽസും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്യൂർലി ബ്ലാക്ക് ഒന്നും അല്ല, ചേസ് ഗ്രേ കളറാണ് വരുന്നത്. ചേസും നമ്മുടെ അലോയിലെ കളറൊക്കെ ഗ്രേ ആണ് കേട്ടോ വരുന്നത്. മുന്നേ നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല, മുന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ ആ സൈഡിലോട്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോ പറയേണ്ടത് നമ്മുടെ ഹെഡ്ലൈറ്റ്, മീറ്റർ, അതിനെ പറ്റിയിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ചേഞ്ചിനെ പറ്റിയൊക്കെയാണ്. പിന്നെ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും, ഈ ഒരു ബാക്ക് സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പ് കണ്ട ആ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഈ ഒരു പോർഷനൊക്കെ അത്യാവശ്യം LED ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഇത്ര നീളം വരത്തില്ലായിരുന്നു. കുറച്ചുകൂടെ ഷോർട്ട് വന്നിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഈ ഒരു സൈഡിലോട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റും കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ വന്നിട്ട് ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. കുറച്ചൊന്ന് 2 സൈഡിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ എന്താണ് അങ്ങനെയാണ് നിൽക്കുന്നത്, 2 സൈഡിലോട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു N160 അത്രയൊന്നും ലെങ്ത് ഇല്ല, എന്നാലും ചേഞ്ച് ഉണ്ട്, നല്ല രീതിക്ക് ചേഞ്ച് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സൈഡിലോട്ട് ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര നൈസാണ് കേട്ടോ. നോക്കിയേ, ഒരു ആട്ടോ ഇല്ല, കുലുക്കോ ഒന്നുമില്ല കേട്ടോ, വൈബ്രേഷനോ ഒന്നുമില്ല. ഈ സൈഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നൈസ് ബിൽഡ് ക്വാളിറ്റി കേട്ടോ, ഒരു അനക്കവും ഇല്ല. ശരി, ഇവിടെ ആ ഒരു സൈഡിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ഉണ്ട്. കേസ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ 2024 മോഡൽ NS200 ഈ ഒരു അപ്ഗ്രേഡിനെ പറ്റി എനിക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞാനടക്കം ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റമാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ആയത്. ഒരു ഹെഡ്ലൈറ്റ് ചേഞ്ച് ആവട്ടെ, അല്ലെങ്കിൽ ആയിരുന്നെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ആ ഒരു പൈലറ്റ് ലാമ്പൊക്കെ പോയതുകൊണ്ട് ആ ഒരു താഴോട്ടുള്ള പോർഷനൊക്കെ വണ്ടി ഭയങ്കര സ്ലിമ്മായി പോകും. അവരുടെ ഹെഡ്ലൈറ്റ് കുറച്ചൊന്നും എന്തായാലും മെലിഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പൈലറ്റ് ലാമ്പ് എന്നൊക്കെ പറയുന്നത് എന്തോ പൊന്നെ, ഇപ്പോൾ മാറിയപ്പോഴാണ് ആ പൈലറ്റ് ലാമ്പിൻ്റെ വിലയൊക്കെ മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹാലജൻ ബൾബാണ് നമുക്ക് ഇതിന് മുന്നേ വരെ കിട്ടിയിട്ടുള്ളതെങ്കിലും, പക്ഷേ അതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോനെ വേറെ ആയിരുന്നു കേട്ടോ. ഒന്നുമില്ല, സിമ്പിളായിരുന്നു, ജസ്റ്റ് ഒരു ഹാലജൻ ബൾബാണെന്നെങ്കിൽ പോലും ആ ഒരു സാധനത്തിൻ്റെ ലുക്ക് അല്ല ഇങ്ങനെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു മോൺസ്റ്റർ ലുക്കായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഓക്കെയാണ്. പർപ്പസ്ഫുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി നൈസാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയം ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ മിറേഴ്സിലും വ്യത്യാസമില്ല, ഹാൻഡിൽ ബാറിലും വ്യത്യാസമില്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാറിയിട്ടുണ്ട്, വലിയ ഇൻഡിക്കേറ്റേഴ്സ് മാറിയിട്ട് 4 സൈഡും ഫുള്ളി LED സെറ്റപ്പാണ്. ഡ്യൂക്കിൻ്റെ ഡോമിലൊക്കെ വരുന്ന പോലെ LED ഇൻഡിക്കേറ്റേഴ്സും ഹെഡ്ലൈറ്റ്. വണ്ടി ഇപ്പോൾ അത്യാവശ്യം പ്രീമിയം ആണ് കേട്ടോ. പിന്നെ ഇപ്പോഴും വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ് ഇപ്പോഴും വണ്ടിയുടെ വില കേട്ടോ. അപ്പോൾ ഞാൻ ബജാജിൻ്റെ വണ്ടികൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, പ്രൈസിങ്ങിൻ്റെ ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര ഫോക്കസ്ഡാണ്. ഇപ്പോഴും ഇത്രയും ഫീച്ചേഴ്സ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഡ്യുവൽ ചാനൽ ABS, എന്താണ് മീറ്ററിൽ ഇത്രയും അപ്ഡേറ്റ്, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, അതൊരു വാല്യൂ ഫോർ മണിയാണെന്ന് വെച്ചാൽ ഇപ്പോഴും വണ്ടി കണ്ണുടച്ചുകൊണ്ട് എടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും വണ്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല കേട്ടോ, വേറെ ആ ഒരു പഴയ കളറൊക്കെ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പെയിൻ ക്വാളിറ്റി ആയാലും ഈ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി ഭയങ്കര നൈസാണ് കേട്ടോ. പിന്നെ ടയർ സൈസിൽ വ്യത്യാസമില്ല, ഹഗ്ഗറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമില്ല. സൈഡ് പ്രൊഫൈൽ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ചേസൊക്കെ ഗ്രേ ആണ് വരുന്നത്. പിന്നെ ടയർ സൈസിൽ ഫ്രണ്ടിലായാലും വ്യത്യാസമില്ല, 150/17 ബാക്കി 130/70 17 കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ NS പുതിയതിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ പുതിയ ഈ ഒരു മോഡലിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴും 2-ന് പുറത്ത് പോയിട്ടില്ല. ഇപ്പോഴും 2 ലക്ഷത്തിനകത്ത് തന്നെയാണ് ഇത്രയും അപ്ഡേറ്റ് വന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹെഡ്ലൈറ്റിന് തന്നെ എങ്ങനെ പോലും പുതിയത് വാങ്ങാൻ ഒരു 10,000-ന് എൻ്റെ ഒരു എന്താണ് ചെറിയൊരു ഇത് വെച്ചിട്ടൊരു 10,000 പ്ലസ് എങ്കിലും ആകും കേട്ടോ. ഇത്രയൊരു ഹെഡ്ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട്. എന്നിട്ട് പോലും അതിന് എന്താണ് ഹെഡ്ലൈറ്റ് മാത്രമല്ല, നമ്മുടെ മീറ്ററും കൂടെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും നല്ലൊരു പ്രൈസ് ഇൻക്രീസ് വരും നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാനാണെങ്കിൽ. എന്നിട്ട് പോലും അവർ പ്രൈസിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ വേരിയൻ്റുമായിട്ട് വലിയ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷോറൂമിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,59,530 എക്സ്ഷോറൂമും. അപ്പോൾ ഓൺ റോഡ് ഇറക്കുന്ന സമയത്ത് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 1,99,912 കേട്ടോ. ഇപ്പോഴും 2 ലക്ഷത്തിനകത്താണ്. 2 ലക്ഷത്തിനകത്ത് നിങ്ങൾ 200cc ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണുടച്ചുകൊണ്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ NS200 എന്ന് പറയുന്നത്. കാരണം അപ്പോൾ
അപ്പോൾ അത്യാവശ്യം എല്ലാം വണ്ടി ഏതൊരു സൈഡിൽ നിന്ന് നോക്കിയാലും പ്രീമിയം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റ് മാറി, ഇൻഡിക്കേറ്റേഴ്സ് മാറി, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ബ്രേക്കിംഗ് ഒക്കെ ആയാലും ടയർ സെക്ഷൻ ആയാലും ഡിസൈൻ വൈസ് ആയാലും നമുക്ക് ടാങ്കിൻ്റെ സൈഡിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു വണ്ടി ഒരുപാട് പഴയതാണ്, ആ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യത്തില്ല കേട്ടോ. കാരണം NS എന്നും ഒരു വികാരമാണല്ലോ. ഇഷ്ടപ്പെടുന്നവർ എന്തായാലും എടുക്കുക. അപ്പോൾ 2 ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്ഷനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വണ്ടിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലിങ്ങൽ ബജാജ് ആറ്റിങ്ങിലാണ് നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്തായാലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വണ്ടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ള കാര്യം ജസ്റ്റ് കമൻറ്റ്സ് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.